എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിലൂടെ നമ്മൾ അടുത്ത 3 മാസം കൊണ്ട് 500 പുതിയ വാക്കുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പാരലായിട്ട് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ റെഗുലർ ആയിട്ടുള്ള ഫ്രീ നോട്ട്സ് കവറേജ് നമ്മുടെ കോമണേഴ്സ് ഐഎസിൻ്റെ ടെലിഗ്രാം ചാനൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ നോട്ട്സ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് അടുത്തൊരു 3-4 മാസം റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന ഏതൊരു PSC എക്സാംസിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഡെയിലി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോമണേഴ്സ് ഐഎസ് ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ 10 പുതിയ വാക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസ് എന്ന രീതിയിൽ വളരെ വേഗത്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് വേർഡ് അലാക്രിറ്റി. അലാക്രിറ്റി എന്ന് പറയുന്നത് ഉത്സാഹം അല്ലെങ്കിൽ ഈഗർനെസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് അലാക്രിറ്റിയുടെ മീനിങ്. ബ്രിസ്ക് ആൻഡ് ചിയർഫുൾ റെഡിനെസ്, ഈഗർനെസ്. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഹാപ്ലെസ്. ഹാപ്ലെസ് എന്ന് പറയുന്നത് ഹതഭാഗ്യം എന്നൊക്കെ പറയത്തില്ലേ, ഒരു അൺലക്കി ഗൈ എന്നൊക്കെ പറയത്തില്ലേ. ഈസ് എ ഹാപ്ലെസ് പേഴ്സൺ, ഒട്ടും ഭാഗ്യമില്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഹതഭാഗ്യം. അൺഫോർച്ചുനേറ്റ് ഓർ അൺലക്കി, അതാണ് ഹാപ്ലെസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. അടുത്ത വാക്ക് ഡിസ്പറേജ്. ഡിസ്പറേജ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒട്ടും വാല്യൂ കൊടുക്കാതെ അയാളെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു താക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഡിസ്പറേജ് എന്ന വാക്കിൻ്റെ മീനിങ്. ടു ഗീവ് നോ റെസ്പെക്റ്റ് ഓർ വാല്യൂ ഫോർ സമ്മൺ. ടു ബിലിറ്റിൽ. ബിലിറ്റിൽ എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത വാക്ക് ഡിഫൈൽ. ഡിഫൈൽ എന്ന് പറയുന്നത് വൃത്തികേടാക്കുക അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഡിഫൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ടു ഡെസിക്രേറ്റ് ഓർ മേക്ക് ഡേർട്ടി, ടു സ്പോയിൽ. നമുക്ക് 5ാമത്തെ വാക്ക് നോക്കാം. ഇനുവെൻഡോ. ഇനുവെൻഡോ എന്ന് പറയുന്നത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരാളെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ മോശമായ രീതിയിൽ, അതായത് നെഗറ്റീവ് സെൻസിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് ഇനുവെൻഡോ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡയറക്റ്റ് ഓർ സബ്റ്റിൽ റെഫറൻസ് ഓഫൺ സജസ്റ്റീവ് ഓർ ഡിസ്പറേജിങ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരാളെ പറ്റി മോശമായ രീതിയിൽ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അതാണ് ഇനുവെൻഡോ എന്ന് പറയുന്നത്. 6ാമത്തെ വാക്ക് പ്ലെത്തോറ. പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ അബണ്ടൻസ്, ഒരുപാടുള്ളതായിട്ട് പറയത്തില്ലേ. വി ഹാവ് എ പ്ലെത്തോറ ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഹിയർ എന്നൊക്കെ പറയത്തില്ലേ. ആൻ എക്സസീവ് എമൗണ്ട് ഓർ ഓവർ അബണ്ടൻസ് ഓഫ് സംതിങ്. ആൻ എക്സസീവ് എമൗണ്ട് ഓർ ഓവർ അബണ്ടൻസ് ഓഫ് സംതിങ്, അതാണ് പ്ലെത്തോറ എന്ന വാക്കിൻ്റെ അർത്ഥം. 7ാമത്തെ വാക്ക് ഫെസൈൽ. ഫെസൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു കാര്യം അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടും എഫേർട്ട് എടുക്കാതെ ഒരു കാര്യം അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ല, അതാണ് ഫെസൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈസിലി അച്ചീവ്ഡ്, സൂപ്പർഫിഷ്യൽ ഓർ എഫേർട്ട്ലെസ്, അതായത് ആ ഒട്ടും എഫേർട്ട് വേണ്ടാത്ത രീതിയിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യുക, അതാണ് ഫെസൈൽ എന്ന് പറയുന്നത്. ഈസിലി അച്ചീവ്ഡ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ഓർ എഫേർട്ട്ലെസ്. 8ാമത്തെ വാക്ക് മെറിറ്റോറിയസ്. മെറിറ്റോറിയസ് എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ അർഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം, അതൊക്കെയാണ് മെറിറ്റോറിയസ് എന്ന് പറയുന്നത്. ഡിസേർവിങ് പ്രൈസ് ഓർ റെക്കഗ്നിഷൻ, കമൻഡബിൾ. 9ാമത്തെ വാക്ക് കണ്ടോൺ. കണ്ടോൺ എന്ന് പറയുന്നത് കണ്ടോൺ എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കുക എന്നാണ്. ടു പാർഡൺ ഓർ ഓവർലുക്ക്. 10ാമത്തെ വാക്ക് കയോസ്. കയോസ് എന്ന് പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവും, അതൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അബ്സല്യൂട്ട് ഡിസോർഡർ, അത് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിസോർഡറായി കിടക്കുക. നമ്മൾ വളരെ വേഗത്തിൽ 10 വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത വീഡിയോ മുതൽ കൂടുതൽ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 3 മാസം കൊണ്ട് നമ്മൾ 500 പുതിയ വാക്കുകൾ പഠിക്കുക എന്നതാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. നമ്മൾ വളരെ പെട്ടെന്നാണ് വാക്കുകൾ ഡിസ്കസ് ചെയ്ത് പോയത്, കാരണം ഷോർട്ടായിട്ടുള്ള വീഡിയോസ് എന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.